നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. എൻ്റെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് ഹോളിയാണ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി. പിന്നെ ഞാൻ പൊങ്കാല ഇടാനായിട്ട് ആറ്റുകാൽ പോയില്ല, തിരുവനന്തപുരത്ത് പോയില്ല. ഞാൻ അമ്മയുടെ വീട്ടിലാണ് പൊങ്കാല ഇട്ടത് കേട്ടോ. തലേന്ന് അമ്മ വിളിച്ച് എന്നോട് ചോദിച്ചു പൊങ്കാല ഇടുന്നോ എന്നാൽ നമുക്കിവിടെ ഒരുമിച്ച് പൊങ്കാല ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി അമ്മയുടെ വീട്ടിലാണ് പൊങ്കാല ഇട്ടത്. ഞാനും അച്ഛനും കൂടെ തലേന്ന് തന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അമ്മയുടെ വീട്ടിൽ ചെന്നായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പോയി മുറ്റത്തുനിന്നെല്ലാം പൂവെല്ലാം പറിച്ചെടുത്തുകൊണ്ട് വന്ന് തുളസിയും പൂക്കളും എല്ലാം പറിച്ചെടുത്ത് കേട്ടോ. അമ്മയുടെ അവിടെ നിറച്ച് പൂക്കളും തുളസിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് കാരണം മാല കെട്ടാനായിട്ട് യാതൊരു കുറവുകളുമില്ല. അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തിട്ട് വന്നു. വാഴനാരും പറിച്ചു, അത് വലിച്ചെടുത്തിട്ട് വന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മാല കെട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പം വെള്ളമൊക്കെ തളിച്ച് ശുദ്ധിയാക്കി അതിന് ശേഷം മാല കെട്ടാനായിട്ട് ഇരുന്നു. അപ്പോൾ എനിക്ക് അമ്പലത്തിലൊക്കെ കെട്ടി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന്. പക്ഷെ അവർ മാല കെട്ടുന്ന പോലെ കെട്ടാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ആറ്റുകാൽ 10 ദിവസം, അതായത് ഉത്സവം തുടങ്ങി 10 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം പോയി തൊഴുതിട്ട് വരും. അന്നേരം ലൗലിയും ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. ഇപ്രാവശ്യം ലൗലി ആറ്റുകാൽ പൊങ്കാല സമയത്ത് നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു. ലൗലി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ആറ്റുകാൽ പോയേനെ. പിന്നെ ഇപ്പോൾ അങ്ങനെ ആറ്റുകാൽ അമ്പലത്തിൽ പോയി, അവിടെ തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ പറ്റാറില്ല. കാരണം എനിക്കിവിടെ അച്ഛനുണ്ട്, ലവലിയുടെ വീട്ടിലും അച്ഛനുണ്ട്. അപ്പോൾ രണ്ടുപേരെയും ഇട്ടേച്ച് ഞങ്ങൾക്ക് പോകാൻ, അപ്പോൾ എന്തായാലും 2 ദിവസം വേണം, തലേന്നേ പോകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പോക്ക് നടക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിലിട്ടത് കേട്ടോ. അമ്മ വാഴയിലൊക്കെ വെട്ടിക്കോട്ട് വന്നു. കാരണം ഇത് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഇവിടെ ഉള്ള എല്ലാ വീടുകളിലും അടുത്തുള്ള വീടുകളിലൊക്കെ പൊങ്കാല പ്രസാദം കൊടുക്കണം. അതുപോലെ അമ്മയ്ക്കും അവിടെ അടുത്തൊക്കെ കൊടുക്കണം. അപ്പോൾ നേരത്തെ തന്നെ ഇലയൊക്കെ വെട്ടി മാറ്റി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാല കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കലമൊക്കെ ഒരുക്കി. അപ്പോൾ സമയം ഉണ്ടായിരുന്നു രാവിലെ, അത് കാരണം പയ്യെ ഇരുന്നുകൊണ്ട് അതൊക്കെ ചെയ്തു. അപ്പോൾ അമ്മ എനിക്ക് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുങ്കുമമൊക്കെ കൊണ്ടുവന്ന് വെച്ച് തന്നായിരുന്നു. അപ്പം ഞാനതൊക്കെ ഒന്ന് കലക്കി എടുത്തയച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചിട്ട് ഒത്തിരി ലൂസാക്കിയതിന് ശേഷം അത് വെച്ച് ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കലത്തിലും വരയ്ക്കുന്നത്. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മറ്റേ തിരുവനന്തപുരത്താകുമ്പോൾ നമ്മൾ ഇത്രയ്ക്കൊന്നും ചെയ്യത്തില്ല, ചന്ദനം വെച്ച് ഇങ്ങനെ പൊട്ടൊക്കെ തടത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടും ചെയ്യുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഒരുക്കിയെടുത്തു. വലിയ ഭംഗിയായിട്ടൊന്നും വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെ ചെയ്തു. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഈ പൊങ്കാല ഇടുമ്പോഴുള്ളത്. അപ്പോൾ സത്യത്തിൽ അവിടെ പോയി തിരുവനന്തപുരത്ത് പോയി പൊങ്കാല ഇടണമെന്നാണ് ആഗ്രഹം. പക്ഷെ നടക്കാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം മേടിക്കുകയാണ്. ദേവി എല്ലായിടത്തും ഉണ്ടല്ലോ, അപ്പം ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊങ്കാല ഇടുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഒരു നിറവാണ്. ഇപ്പോഴും ആ ഒരു സന്തോഷം എനിക്ക് പറയാനറിയില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ ഇങ്ങനെ ഒരു പൊങ്കാല ഇടാൻ പറ്റുമെന്നൊക്കെ. പിന്നെ ഞാൻ ശർക്കരയെല്ലാം പൊടിച്ച് വെച്ചു. വലിയ ഉണ്ട പോലത്തെ ശർക്കരയാണല്ലോ, അപ്പോൾ അതിനെല്ലാം ഞാൻ പൊടിച്ച് വെച്ചു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഒരു താലം ഉണ്ട്, കാരണം ഈ വിളക്ക് വെക്കാൻ ദേവിയുടെ അവിടെ ഒരുക്കണം, ദേവിക്ക് ഒരുക്കണം, ഗണപതി ഒരുക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വിളക്ക് വെക്കാനായിട്ടുള്ള താരവും ഞാൻ ഒന്ന് പൊട്ടൊക്കെ തൊടുകയാണ്. അതുപോലെ സ്വാസ്തിക്ക് ഞാൻ ആദ്യമായിട്ടും വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇരുന്നുള്ള പണിയെല്ലാം ഞാൻ അവിടെ ഇരുന്ന് ചെയ്ത്, അമ്മ പാവം ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അടുപ്പിച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. തേങ്ങ തിരുമ്മൽ അങ്ങനത്തെ പരിപാടികളെല്ലാം അമ്മയാണ് ചെയ്തത് കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയതൊക്കെ അച്ഛൻ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ചേച്ചി പ്രീജ ചേച്ചി തിരുവനന്തപുരത്താണ്. ചേച്ചി വിളിച്ചു. ചേച്ചിയപ്പം ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാം. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു സമയമായി മീന, പെട്ടെന്ന് വെച്ചിട്ട് പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പൊങ്കാല കാണാം. കൈതപ്പൂകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരം ആറ്റുകൾ ദേവി വാണരുളിടും അമ്പലമൊന്നുണ്ടേ.
പൂജ തൊഴുന്നോർക്കെല്ലാം ഐശ്വര്യമേകുന്നു. ദുരിതം നിറയും ഭക്ത മനസ്സിൽ കളഭം ചാറ്റുന്നു. കലിയുഗ ദേവി ശരണം തരികെന്നാരു വിളിച്ചാലും കരുണാകടലായ അമൃതം പകരും ദേവി തുണയരുളൂ. നിത്യവും അമ്മയെ പ്രണമിക്കാനായി സൂര്യനുദിക്കുന്നു. തൃപ്പാദങ്ങളിൽ അർച്ചന ചെയ്യാൻ അമ്പിളി മുല്ലപ്പൂ. അഖണ്ഡ നാമജപങ്ങൾ തുടരും കാറ്റുവലം വയ്ക്കും. ചുറ്റുവിളക്കിലെ തിരികളിൽ കനകതാരമുദിക്കുന്നു. ക്ഷമിച്ചിടാനോ അമ്മേ നീ മാത്രം. നേർച്ചകളാക്കുക ജീവിത ചര്യകളോരോന്നും. ആ തിരുമുഖവും കണി കണ്ടുണരാൻ നിദ്രയിലാഴുന്നു. തിരുനാമാവലി മരണം വരെയും ഹൃദയം ചൊല്ലുന്നു. റെസ്റ്റ് എടുക്കാനായിട്ട് നിന്നാണ്. നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുട്ടികൾ കഴിക്കാനായിട്ട് കിച്ചടി എടുക്കുകയാണ്. ആദ്യം എണ്ണ ഒഴിച്ചു, അതിലേക്ക് ജീരകം ഇട്ടു. എൻ്റെ അമ്മ എടുത്ത് ചെറിയ കാട്ടി വെച്ചതാണ്.
ശേഷം പച്ചക്കറി ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേർത്ത് പിന്നെ ക്യാരറ്റ് ചേർത്ത് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും ചെറുതായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് കഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് തക്കാളി കറിവേപ്പില ചേർത്ത് അതുപോലെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവ് നമ്മുടെ ഇഷ്ടത്തിലാണ് ചേർക്കുന്നത്. പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അതിനോട് തുണ്ട് മുളക് പൊടി പിന്നെ അവസാനം ഗരം മസാല പൊടി ഒരു തുള്ളി അതൊന്ന് വെച്ചിട്ട് ആ പച്ചമുളക് ഒന്ന് മാറി നേരത്തെ കൊടുത്ത് വെച്ച് അതിന് കറുത്തുണ്ട് ചേർത്ത് വെച്ചു. ജീരകശാല റൈസാണ് പരിപ്പ് നമ്മുടെ ഇഷ്ടത്തിന് അത് ചേർത്ത് വെച്ച് വെച്ചതിന് ശേഷമാണ് ഇത് വെള്ളം ആവശ്യത്തിന് വെള്ളം അത് കഴിഞ്ഞ് ഇത് 2:15 പൊങ്കാല എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ സമയത്ത് പിന്നെ അന്നത്തേക്ക് അമ്മ ഇങ്ങോട്ട് പറഞ്ഞില്ലാണ്, അമ്മ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യണം നമുക്ക് പറഞ്ഞില്ല. പിന്നെ ഞാൻ തന്നെ തീർത്ഥമൊക്കെ കഴിച്ചിട്ട് പൊങ്കാല എടുക്കും. ഇതൊക്കെയാണ്